നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള പോരുമുറുകുമ്പോൾ സർവ്വസമ്മതനായ ഒരു നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് മുൻനിരയിലേക്ക് ഉയർന്നു കേൾക്കുകയാണ്. ഗ്രൂപ്പുകൾക്ക് അതീതമായി മുതിർന്ന നേതാക്കൾ ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന സീനിയോറിറ്റി തിയറിയുമായി സോണിയാഗാന്ധി രംഗത്തെത്തിയതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് രൂപപ്പെട്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി പച്ചക്കൊടി കാട്ടിയാൽ ചെന്നിത്തല വീണ്ടും നായക സ്ഥാനത്തേക്ക് എത്തും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശൻ പക്ഷവും വേണുഗോപാൽ പക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. സതീശനായി മുസ്ലിം ലീഗും മുരളീധരനും ചരട് വലിക്കുമ്പോൾ ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ച് കെ.സി. വേണുഗോപാൽ കരുക്കൾ നീക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള ഈ ശക്തമായ മത്സരത്തിനിടയിൽ പാർട്ടി പിളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ചെന്നിത്തലയെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയി അവതരിപ്പിക്കാനാണ് സോണിയാഗാന്ധിയുടെ നീക്കം. പാർട്ടിയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിച്ച പരിചയവും ഭരണപരിചയവുമാണ് ചെന്നിത്തലയ്ക്ക് അനുകൂല ഘടകമായി മാറിയത്. കെ.സി. വേണുഗോപാൽ പക്ഷം ഇപ്പോഴും വമ്പൻ പ്രതീക്ഷയിലാണ്. ഹൈക്കമാൻഡ് തന്റെ വിശ്വസ്തതയും ദേശീയതയും സ്വാധീനവും പരിഗണിച്ച് തനിക്ക് തന്നെ നറുക്കു വീഴുമെന്ന് കെ.സി. കരുതുന്നു. എന്നാൽ കെ.സി. മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ഉയരുന്നു. ഈ ഘട്ടത്തിലാണ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയ സതീശനെയും കെ.സിയെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ സുപ്രധാന ചുമതലകൾ നൽകി അനുനയിപ്പിക്കാനുള്ള ഫോർമുല സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചത്. യു.ഡി.എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് ഈ ചർച്ചകൾ നിർണായകമാണ്. എന്തായാലും ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്ന പക്വമായ നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തമ്മിൽ ഫോണിൽ സംസാരിച്ചതായാണ് സൂചനകൾ. ചെന്നിത്തലയോ സതീശനോ ആരു തന്നെ വന്നാലും ലീഗിന് എതിർപ്പില്ല. ഭരണകൂട തുടർച്ചയ്ക്കും മുന്നണിയുടെ കെട്ടുറപ്പിനും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാണ് ലീഗ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതുവരെ സതീശൻ പക്ഷത്തോട് അനുഭാവം കാണിച്ചിട്ടില്ല എങ്കിലും സോണിയയുടെ ഇടപെടൽ തീരുമാനത്തിൽ മാറ്റമുണ്ടായേക്കും. സീനിയർ നേതാക്കളെ തഴഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഭാവിയിൽ ഗ്രൂപ്പ് പോരെ രൂക്ഷമാക്കാൻ കാരണമാകുമെന്നാണ് സോണിയ കരുതുന്നത്. ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകി സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതകളും ഡൽഹിയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എന്ന പഴയ സമവാക്യങ്ങൾ മാറി പുതിയ ചേരിതിരിവുകൾ വന്നതോടെ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് പാർട്ടിയിലെ ഐക്യം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്ന് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ വാദിക്കുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക ഗാന്ധി കൂടി ചെന്നിത്തലയുടെ പേരിനോട് യോജിച്ചാൽ പ്രഖ്യാപനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കാം. സതീശന് വേണ്ടി സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പ്രൊമോഷൻ പരിപാടികളിൽ ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം പരിപാടികൾ ഒരിക്കലും ആവശ്യമില്ലാത്തതെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന പ്രതീതിയാണ് ഡൽഹിയിൽ നിലനിൽക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡ് തീരുമാനത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ഭരണം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെന്നിത്തലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മികവ് സഹായിക്കുമെന്ന് സോണിയാഗാന്ധിയും ഉറച്ചു വിശ്വസിക്കുന്നു. എന്താവും കേരളം ആരാണ് ഭരിക്കുക എന്ന് നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ തിരിച്ചറിയാം.